എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് അറിഞ്ഞോ അറിയാതെയോ വലിയ മാറ്റങ്ങളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ശരിയും ഈ മാറ്റങ്ങൾക്ക് കാരണമാവുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന സാങ്കേതിക വിദ്യ തന്നെയാണ്. അത് ഒട്ടുമിക്ക എല്ലാ മേഖലയും സ്വാധീനിച്ചു കഴിഞ്ഞു. പ്രധാനമായിട്ടും ഒരു ഓർഗനൈസേഷനകത്തുള്ള റിക്രൂട്ട്മെൻറ്റ് രീതികളെ അത് സ്വാധീനിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഒരു ഓർഗനൈസേഷനകത്തുള്ള ഡിപ്പാർട്ട്മെൻറ്റ് സ്ട്രക്ചേഴ്സിനെ, ജോബ് റോളുകളെ എല്ലാത്തിനും ഇത് സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഈ സാഹചര്യത്തിൽ ഒരു ഓർഗനൈസേഷനകത്തുള്ള റിക്രൂട്ട്മെൻറ്റ് രീതികൾ എങ്ങനെയായിരിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ ഓർഗനൈസേഷൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് സ്ട്രക്ചർ ഇനിയുള്ള കാലത്ത് എങ്ങനെയായിരിക്കണം, ഈ ഒരു വിഷയത്തെക്കുറിച്ചിട്ടാണ് ഞാൻ സംസാരിക്കാനായിട്ട് പോകുന്നത്. ഈ ഒരു വിഷയം ഇന്ന് എടുക്കാനായിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന്, കഴിഞ്ഞ ദിവസം ആറ്റംബർഗ് ടെക്നോളജീസിൻ്റെ ഫൗണ്ടർ പറഞ്ഞിട്ടുള്ള ഒരു വിഷയമാണ്. അടുത്ത കുറച്ച് കാലങ്ങൾക്കുള്ളിൽ തന്നെ IT ഒപ്പം തന്നെ BPO സെക്ടേഴ്സിലുള്ള വൈറ്റ് കോളർ ജോബ്സിലത്തെ 40-50% ജോലികളും ഇല്ലാതെയാം, വാനിഷാം. അപ്പം കാരണം അതിനുള്ള പ്രധാനപ്പെട്ട റീസൺ എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് തന്നെയാണ്. കാരണം ഇത്തരത്തിലുള്ള ബേസിക് വർക്ക്സ് എല്ലാം ചെയ്യാനായിട്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉണ്ട്. അപ്പോൾ എന്തിനാ ആൾക്കാരെ റിക്രൂട്ട് ചെയ്യുന്നുള്ളൊരു ചോദ്യം ഇത് പല ഓർഗനൈസേഷൻസും ഇന്ന് ചോദിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ട് അവർക്ക് കോസ്റ്റ് കട്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് അവരെ പുറത്താക്കി. ഇൻഫോസിസ് തന്നെ കഴിഞ്ഞ ദിവസം എത്രയോ പേരെ പുറത്താക്കുന്നതായിട്ടുള്ളൊരു വാർത്ത നിങ്ങൾ വായിച്ച് കാണാം. അപ്പം ഇവരെ പുറത്താക്കി അതിന് പകരം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അവർക്ക് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ കോസ്റ്റ് കട്ടിങ്ങിൻ്റെ ഭാഗമായിട്ട്. പക്ഷേ ഇതിന് മറ്റൊരു വിപരീതമായിട്ടുള്ളൊരു ഫലമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആളുകൾക്ക് ജോലി ഇല്ലാതെ ആയിക്കഴിഞ്ഞാൽ ആളുകളുടെ കയ്യിൽ പണം ഉണ്ടാവില്ല. ആളുകളുടെ കയ്യിൽ പണം ഇല്ലാന്നുണ്ടെങ്കിൽ അവരെ പർച്ചേസിങ് പവർ കുറയും. ഈ പർച്ചേസിങ് പവർ കുറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അത് ബാധിക്കാനായിട്ട് പോകുന്നത് സ്ഥാപനങ്ങളെ തന്നെ ആയിരിക്കും, അല്ലേ? അപ്പം ശരിക്കും ഈ ഒരു വിഷയം നമുക്ക് 3 പേരുടെ കണ്ണിലൂടെ നോക്കിക്കാണാനായിട്ട് കഴിയും. ഒന്ന്, തൊഴിലന്വേഷകരുടെ, ജോബ് സീക്കേഴ്സിൻ്റെ കണ്ണിലൂടെ നോക്കിക്കാണാം. 2, സർക്കാരിൻ്റെ അല്ലാന്നുണ്ടെങ്കിൽ എക്കോണമിയുടെ കണ്ണിലൂടെ നമുക്ക് നോക്കിക്കാണാം. 3, നമുക്ക് ഓൺട്രപ്രണേഴ്സിൻ്റെ, ഫൗണ്ടേഴ്സിൻ്റെ കണ്ണിലൂടെ നമുക്ക് നോക്കിക്കാണാം. ഡെഫിനറ്റ്ലി എല്ലാത്തിലും ഒരു പോസിറ്റീവും നെഗറ്റീവ് വശങ്ങളും ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ ആദ്യത്തെ 2 പേരുടെ കണ്ണിലൂടെ നോക്കി കാണുന്നില്ല, പകരം നമുക്ക് ബിസിനസ്സുകാരുടെ, ഫൗണ്ടേഴ്സിൻ്റെ കണ്ണിലൂടെ നമുക്കൊന്ന് നോക്കിക്കാണാം. ഫൗണ്ടേഴ്സ് എന്തെല്ലാം കാര്യങ്ങളാണ്, സ്ഥാപകർ എന്തെല്ലാം കാര്യങ്ങളാണ് ഇനിയുള്ള കാലത്ത് റിക്രൂട്ട്മെൻറ്റിൽ ശ്രദ്ധിക്കേണ്ടത്, ഒരു ഓർഗനൈസേഷൻ്റെ ജോബ് സ്ട്രക്ചർ ഡിസൈഡ് ചെയ്യുന്ന സമയത്ത് എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ നോക്കേണ്ടത്, നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പരിശോധിക്കാം. ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഇപ്പോഴുള്ളൊരു അവസ്ഥ വെച്ച് ഇത് ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത് എൻട്രി ലെവൽ ജോബ്സിനെയാണ്. ഏറ്റവും ബേസിക് ആയിട്ട് ചെയ്യുന്ന ഓർഗനൈസേഷനിലുള്ള ജോലികളുണ്ടല്ലോ, ഇതെല്ലാം ഇന്ന് ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ വളരെ ചുരുങ്ങിയ ചിലവിൽ ചെയ്യാനായിട്ട് കഴിയും. അവിടെ നമുക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്യുകയോ അവർക്ക് ട്രെയിനിങ് കൊടുക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരം ജോലികൾ ഇന്ന് AI ഏറ്റെടുത്ത് കഴിഞ്ഞു. നാളെ ഒരു പക്ഷേ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ലെവലിലേക്ക് ഇത് വളരുന്ന സമയത്ത് ഒട്ടുമിക്ക മേഖലകളെല്ലാം ഈ AI കൈകടത്താനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പം ഇവിടെ ശരിക്കും ഇനിയുള്ള കാലത്ത് ഓർഗനൈസേഷൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഒരു ഹൈബ്രിഡ് രീതിയിലായിരിക്കും. പഴയതുപോലെ ട്രഡീഷണൽ ആയിട്ട് ഒരു ഓഫീസ് സെറ്റപ്പ്, ആ ഓഫീസിനകത്ത് എല്ലാ എംപ്ലോയീസും ഇരുന്ന് വർക്ക് ചെയ്യുന്നു, അവർ ഓർഗനൈസേഷൻ്റെ ദൈനംദിന കാര്യങ്ങൾ നോക്കുന്നു എന്ന് പറയുന്ന ആ ഒരു രീതിക്ക് അപ്പുറത്ത് ഒരു ഹൈബ്രിഡ് ആയിട്ടുള്ള ഒരു മോഡൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫിസിക്കൽ പ്ലസ് ക്ലൗഡ് മോഡലിലായിരിക്കും ഇനിയുള്ള കാലത്ത് ഒരു പക്ഷേ ഓർഗനൈസേഷൻസ് എല്ലാം പ്രവർത്തിക്കാനായിട്ട് പോകുന്നത്. ഇവിടെ ഫൗണ്ടേഴ്സ് ശരിക്കും ഒരു ഹൈബ്രിഡ് മൈൻഡ് സെറ്റ് ശരിക്കും വളർത്തിയെടുക്കേണ്ടതുണ്ട്. ആദ്യമായിട്ട് പറയാനുള്ളത്, ഒരു ഓർഗനൈസേഷൻ്റെ സ്ട്രക്ചർ എങ്ങനെ ആയിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, എത്രത്തോളം അതിൽ പോസിറ്റീവ്സ് നെഗറ്റീവ്സ് ഉണ്ടെന്നുള്ളതൊക്കെ നമുക്ക് സെക്കൻഡറി. പക്ഷേ ഇനിയുള്ള കാലത്ത് ഒരു ഓർഗനൈസേഷൻ്റെ സ്ട്രക്ചർ എങ്ങനെ ആയിരിക്കും എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. സാധ്യതകളാണ് ഞാൻ പറയുന്നത്. കോർ പ്ലസ് ക്ലൗഡ് ടീം, കോർ ടീമും ക്ലൗഡ് ടീമും കൂടെ ചേർന്നിട്ടായിരിക്കും ഇനിയുള്ള കാലത്ത് വർക്ക് ചെയ്യാൻ പോകുന്നത്. എന്താണ് ഈ കോർ ടീം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കോർ ടീമിലെ മെമ്പേഴ്സ് പെർമനൻറ്റ് എംപ്ലോയീസ് ആയിരിക്കും. അവർ ഹൈലി ടാലൻറ്റഡ് ആയിരിക്കും, ഫുൾ ടൈം ഒരു ഓർഗനൈസേഷന് വേണ്ടി വർക്ക് ചെയ്യുന്ന ആൾക്കാരായിരിക്കും, ഏതെങ്കിലും ഒരു സ്പെസിഫിക് മേഖലയിൽ സ്കില്ലുള്ള ആൾക്കാരായിരിക്കും. അത്തരത്തിലുള്ള ആൾക്കാരുടെ ഒരു കൂട്ടം, ഒരു വിഷയം വളരെ ചുരുക്കം ആൾക്കാരുണ്ടാവും, ഒരു 3, 4, 5 പേരായിരിക്കും ആ ഒരു കോർ ടീമിനകത്ത് ഉണ്ടാകുന്നത്. ഇവരായിരിക്കും ആ ഓർഗനൈസേഷൻ്റെ എല്ലാ കാര്യങ്ങളും ഡിസൈഡ് ചെയ്യുന്നത്. നമുക്ക് വേണമെങ്കിൽ പറയാം ബ്രാൻഡ് മാനേജ്മെൻറ്റ്, പ്രൊഡക്റ്റ് ഡിസൈൻ, ഒപ്പം തന്നെ ഫൈനാൻസുമായി ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റ്, മാർക്കറ്റിംഗ്, സെയിൽസുമായി ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റ്, ഈ ഡിപ്പാർട്ട്മെൻറ്റ്സിൻ്റെ എല്ലാം ഹെഡ്സ് ഇവരായിരിക്കും ഈ പറയുന്ന കോർ ടീമിനകത്ത് വരുന്നത്. ഇവരെല്ലാം ഒരു സ്ഥലത്തിരുന്ന് വർക്ക് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം ഒരു ഓർഗനൈസേഷൻ പോസിറ്റീവായിട്ട് അല്ലെങ്കിൽ നല്ല രീതിയിൽ പ്രവർത്തിച്ച് പോകുന്നത് അവിടെ നല്ലൊരു ഡിസ്കഷൻ നടക്കുന്ന സമയത്താണ്, അവിടെ ബ്രെയിൻ സ്റ്റോമിങ്സ് നടക്കുന്ന സമയത്താണ്, അവിടെ എല്ലാവരും ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്തൊരു ഡിസിഷനിലേക്ക് എത്തുന്ന സമയത്താണ്. ആ ഒരു സിനർജി ഉണ്ടാക്കിയെടുക്കണമെന്നുണ്ടെങ്കിൽ അതൊരിക്കലും ഒരു ക്ലൗഡ് പ്ലാറ്റ്ഫോമിനകത്ത് നടന്നൊന്നും വരത്തില്ല. അവിടെ ഫിസിക്കലായിട്ടുള്ള പ്രസൻസ്, ഒരു വട്ടമേശ സമ്മേളനം അവിടെ നടത്തേണ്ടതുണ്ട്. അപ്പം അത്തരത്തിൽ കോർ ടീം മാത്രം ഒരുപക്ഷെ ഫിസിക്കലി വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ഫിസിക്കൽ ഒരു ആംബിയൻസിൽ വർക്ക് ചെയ്യുന്ന ഒരു അവസ്ഥയായിരിക്കാം ഇനിയുള്ള കാലത്ത് ഉണ്ടാകുന്നത്. അതിനോടൊപ്പം തന്നെ ക്ലൗഡ് ടീംസ്, ഈ ക്ലൗഡ് ടീമിനകത്ത് ഫ്രീലാൻസേഴ്സ്, കൺസൾട്ടൻസ്, AI ടൂൾസ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളായിരിക്കും പ്രധാനമായിട്ടും പ്രവർത്തിക്കുന്നത്. അപ്പം ഇവിടെ
ഡിസിഷൻസ് എടുക്കുന്നതെല്ലാം കോർ ടീമായിരിക്കും. ഈ ഡിസിഷൻ മേക്കിംഗ് പവർ ഒരിക്കലും ഈ പറയുന്ന ക്ലൗഡ് ടീമിന് ഉണ്ടാവത്തില്ല. കോർ ടീം ഡിസിഷൻസ് എടുക്കുന്നു. അവരെടുക്കുന്ന ഡിസിഷൻസ് പ്രാവർത്തികമാക്കുന്നത് ഈ പറയുന്ന ക്ലൗഡ് ടീംസ് ആയിരിക്കും. അവർ ഒരു ജീവനക്കാരല്ലാന്നുണ്ടെങ്കിൽ തൊഴിലാളികൾ എന്ന് വേണമെങ്കിൽ പറയാം. ഇവരുടെ ഓർഗനൈസേഷനകത്തുള്ള പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ, ഓർഗനൈസേഷൻ റൺ ചെയ്യിക്കുന്ന ഒരു ട്രെയിൻ റൺ ചെയ്യിക്കുന്ന ആൾക്കാർ, ആ ട്രെയിൻ ഏത് ദിശയിലേക്ക് പോകണം എന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്നത് ഇതിൻ്റെ കോർ ടീം മെമ്പേഴ്സ് ആയിരിക്കും. ഈ ഒരു സ്ട്രക്ചറിൻ്റെ പ്രധാനപ്പെട്ട ബെനിഫിറ്റ് ഒന്ന്, ഇത് കോസ്റ്റ് കട്ടിങ്ങിന് വലിയ രീതിയിൽ സഹായിക്കും. രണ്ടാമത്തെ, ഇത് ടാലൻറ്റ് അക്വിസിഷനാണ്. അപ്പം കോസ്റ്റ് കട്ടിംഗ് എന്ന് പറയുന്ന സമയത്ത് നമുക്കറിയാം വളരെ ചെറിയൊരു മുറി മതി, നല്ലൊരു ആംബിയൻസ് ഉണ്ടെങ്കിൽ അവിടെ ഈ പറയുന്ന കോർ ടീമിൽ ഇരുന്ന് വർക്ക് ചെയ്യാം. ക്ലൗഡ് ടീമിന് ലോകത്ത് എവിടെ വേണമെങ്കിലും ഇരുന്ന് വർക്ക് ചെയ്യാം. അവരുടെ വീട്ടിലോ അല്ലെങ്കിൽ വേറെ അവർക്ക് എവിടെ വേണമെങ്കിലും ഇരുന്നിട്ട് വർക്ക് ചെയ്യാൻ കഴിയും. ആൻഡ് ഓൾസോ ആ ഒരു ഫ്ലെക്സിബിലിറ്റി അവർക്കുണ്ട്. ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്താൽ മതി കൃത്യമായിട്ട്, അത് എവിടെ ഇരുന്നിട്ടാണെന്നുണ്ടെങ്കിൽ. കാരണം ആ കണക്ടിവിറ്റി എത്രത്തോളം ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ ആ നെറ്റ്വർക്കിംഗ് ഉള്ളതുകൊണ്ട്. അപ്പം ഈ ഒരു സ്ട്രക്ചർ വഴി കോസ്റ്റ് കട്ടിങ്ങിന് വലിയ രീതിയിൽ സഹായിക്കും. ഒപ്പം തന്നെ ടാലൻറ്റ് അക്വിസിഷൻ. ഒരുപക്ഷെ ഇന്ന് നമ്മൾ ഫേസ് ചെയ്യുന്ന ഫൗണ്ടേഴ്സിന് അറിയാം, അല്ലെങ്കിൽ ബിസിനസ്സുകാർക്ക് കൃത്യമായിട്ട് അറിയാം, ഏറ്റവും വലിയ പ്രശ്നം ടാലൻറ്റ് അക്വിസിഷനാണ്. കഴിവുള്ള ആൾക്കാരെ കിട്ടുന്നില്ല എന്നുള്ളതാണ്. ടാലൻറ്റ് ഉള്ള ആൾക്കാർ, പണി അറിയുന്ന ആൾക്കാരെ കിട്ടുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈവൻ ഞാൻ പോലും ഫേസ് ചെയ്യുന്നൊരു പ്രശ്നമാണ്. ഒരു പ്രോപ്പറായിട്ടുള്ളൊരു മെയിൽ പോലും ഇന്ന് അയക്കാൻ ഈ ഉദ്യോഗാർത്ഥികൾക്ക് അറിയുന്നില്ല എന്നുള്ളത്. ഒരു റെസ്യൂമെ അയക്കാൻ പറഞ്ഞാൽ റെസ്യൂമെ അറ്റാച്ച് ചെയ്തിട്ട് സബ്ജക്റ്റ് ലൈൻ പോലും എഴുതാതെ, ഒരു കോണ്ടൻറ്റും ഇല്ലാതെ റെസ്യൂമെ, അതും ഡോക്യുമെൻറ്റ് ഫോർമാറ്റിൽ പോലും റെസ്യൂമെ അയക്കുന്ന ആൾക്കാരാണ് നമ്മുടെ നാട്ടിൽ ഇന്ന് വിദ്യാസമ്പന്നർ എന്ന് പറഞ്ഞ് നടക്കുന്നത്. അപ്പം ഇത്തരം ആൾക്കാരെ വെച്ചിട്ട് ഒരു ഓർഗനൈസേഷൻ എങ്ങനെ പ്രവർത്തിപ്പിക്കാൻ കഴിയുന്നുള്ളതൊരു വലിയൊരു സംശയമാണ്. അപ്പം ഈ ഫിസിക്കൽ വർക്ക്സിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ഇതാണ്. ആ ചുറ്റുപാടിൽ നിന്നുള്ള ടാലൻ്റ് ഉള്ള ആൾക്കാരെ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ ക്ലൗഡ് ബേസ്ഡ് വർക്ക് ചെയ്യുന്ന സമയത്ത് കഴിവുള്ള ആൾക്കാരെ ലോകത്ത് എവിടെയാണെന്നുണ്ടെങ്കിലും അവിടെ ഇരുത്തിക്കൊണ്ട് തന്നെ അവരെ കൊണ്ട് നമുക്ക് വർക്ക് ചെയ്യിപ്പിക്കാനായിട്ട് കഴിയും. ആ ഒരു ബെനിഫിറ്റ് ഇതിനകത്തുണ്ട്. സോ ഈ കോർ ആൻഡ് ക്ലൗഡ് ടീം സ്ട്രക്ചർ ആയിരിക്കും ഇനിയുള്ള കാലത്ത് നമ്മൾ കാണാനായിട്ട് പോകുന്നത്. ഇനി ഈ തൊഴിലന്വേഷിച്ചുകൊണ്ടുള്ള പരസ്യങ്ങൾ കാണുന്ന സമയത്ത് അതിനകത്ത് കൊടുക്കുന്നതാണ് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന. അതായത് ജോലി ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഈ ജോലിക്ക് മുൻഗണന കിട്ടും. പക്ഷേ ഇനിയുള്ള കാലത്ത് ഈ എക്സ്പീരിയൻസിന് വലിയ വിലയുണ്ടാവില്ല. കാരണം നോക്കൂ, ഇപ്പം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വരുന്നു, അത് അഡ്വാൻസ്ഡ് ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പം ഈ പഴയ എക്സ്പീരിയൻസ് വെച്ചുകൊണ്ട് ഒരിക്കലും അവന് ഇത് പ്രവർത്തിപ്പിക്കാൻ കഴിയത്തില്ല. ഇത് പ്രവർത്തിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഈ എക്സ്പീരിയൻസ് കൊണ്ട് മാത്രം കഴിയത്തില്ല. അവന് വേണ്ടത് എന്താണ്? ലേണിംഗ് എബിലിറ്റി, പുതിയ കാര്യങ്ങൾ പഠിച്ചെടുക്കാനായിട്ടുള്ള എബിലിറ്റി. അപ്പം ഈ എക്സ്പീരിയൻസിനല്ല ഇനിയുള്ള കാലത്ത് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, പകരം പുതിയ കാര്യം ആളുകൾക്ക് പഠിച്ചെടുക്കാനായിട്ട് കഴിയുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. അപ്പോൾ ഒരു ഓർഗനൈസേഷനിൽ നിങ്ങളൊരാളെ റിക്രൂട്ട് ചെയ്യുന്ന സമയത്ത്, പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള പോസ്റ്റുകളിലേക്ക് നിങ്ങൾ റിക്രൂട്ട് ചെയ്യുന്ന സമയത്ത്, നിർബന്ധമായിട്ടും എക്സ്പീരിയൻസിനപ്പുറത്ത് ലേണിംഗ് സ്കില്ലുണ്ടോ, പുതിയ കാര്യങ്ങൾ പഠിച്ചെടുക്കാനായിട്ട് അവന് കഴിയുന്നുണ്ടോ എന്നുള്ളതൊന്ന് പരീക്ഷിച്ച് നോക്കുക. അത് ഒരുപക്ഷെ പ്രൊബേഷൻ പീരീഡിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാനായിട്ട് കഴിയണം. അതിലുള്ള ടാസ്കുകൾ അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ട് നിങ്ങൾക്ക് വെദർ ദേ ആർ കേപ്പബിൾ എന്നുള്ളത് മനസ്സിലാക്കിയെടുക്കുക. അപ്പം അത്തരത്തിൽ എബിലിറ്റി നോക്കിയിട്ട് ആൾക്കാരെ, ലേണിംഗ് എബിലിറ്റി നോക്കിയിട്ട് ആൾക്കാരെ റിക്രൂട്ട് ചെയ്യുക. എക്സ്പീരിയൻസിൽ വലിയ കാര്യമൊന്നുമില്ല ഇനിയുള്ള കാലത്ത്. അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ സ്ഥാപനത്തിനകത്തുള്ള എംപ്ലോയീസ് അല്ലാന്നുണ്ടെങ്കിൽ ഈ ഫ്രീലാൻസേഴ്സോ വാട്ടെവർ ആരാണ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും ഇവർ അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കണം. അപ്ഡേറ്റഡ് അല്ലാന്നുണ്ടെങ്കിൽ ഇവർ ഔട്ട്ഡേറ്റഡ് ആകും. അപ്പം ഈ അപ്ഡേഷൻസ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഒരുപക്ഷെ അവർ തന്നെ സ്വന്തമായിട്ട് ഈ അപ്ഡേഷൻസ് ചെയ്തു എന്ന് വരത്തില്ല. അത് ചെയ്തു കൊടുക്കേണ്ടത് നിങ്ങളാണ്, അതിൻ്റെ ഫൗണ്ടേഴ്സാണ്. അപ്പം ഈ അപ്ഡേഷൻസ് കൊടുക്കാനായിട്ടുള്ള ആ ഒരു കണ്ടിന്യൂസ് ലേണിംഗ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ, കണ്ടിന്യൂസ് ലേണിംഗ്, ഇത് നമ്മുടെ ഓർഗനൈസേഷനിൽ ആവശ്യമാണ്. അത് ഇവരെ കൊണ്ട് ചില കോഴ്സസ് ചെയ്യിപ്പിക്കുക, അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഇവർക്ക് പ്രൊവൈഡ് ചെയ്യുക, ഇവർക്ക് പല പല ടൂൾസ് യൂസ് ചെയ്യാനായിട്ടുള്ള ആക്സസ് കൊടുക്കുക, ഇവരെ കൊണ്ട് ഇവരെ പഠിപ്പിച്ചെടുക്കുക. ഇത്തരത്തിലുള്ള വിഷയങ്ങൾ, ഈ കണ്ടിന്യൂസ് ലേണിങ്ങിന് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഓർഗനൈസേഷനിൽ ആവശ്യമായിരിക്കും ഇനിയുള്ള കാലത്ത്. കാരണം അത്രത്തോളം സ്പീഡായിട്ടാണ് ഈ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഈ മാറ്റങ്ങൾക്ക് അനുസരിച്ചിട്ട് നിങ്ങളുടെ ഓർഗനൈസേഷൻ മാറണം. നിങ്ങളുടെ ഓർഗനൈസേഷൻ മാറുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് നിങ്ങളുടെ ഓർഗനൈസേഷനകത്തുള്ള എംപ്ലോയീസും അഡ്വാൻസ്ഡ് ആവണം എന്നുള്ളതാണ്. ഒരുപക്ഷെ ജോലി സമയം കൊണ്ട് അവർക്ക് ഇതിനൊന്നും ഈ പുതിയ കാര്യങ്ങൾ പഠിച്ചെടുക്കാനായിട്ടുള്ള സമയമൊന്നും കിട്ടിയെന്ന് വരത്തില്ല. അപ്പം ജോലിക്കകത്ത് തന്നെ അതിന് പറ്റുന്ന ഒരു സംവിധാനം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ആസ് എ ഫൗണ്ടർ നിങ്ങൾ ചെയ്യേണ്ടത്. മാത്രമല്ല, നമ്മൾ ഈ AI പോലുള്ള ടൂൾസ് ഒരു ഓർഗനൈസേഷനകത്ത് കൊണ്ടുവരുന്നത് കോസ്റ്റ് കട്ടിംഗ് എന്ന് പറയുന്ന ഉദ്ദേശത്തോടു കൂടി ആവരുത്, ചെലവ് ചുരുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ആവരുത്. ഇപ്പോഴുള്ള പ്രോസസ്സിൻ്റെ സ്പീഡ് കൂട്ടുക, കൺസിസ്റ്റൻസി ഉണ്ടാക്കിയെടുക്കുക, പ്രൊഡക്ടിവിറ്റി കൂട്ടുക, ഈ ലക്ഷ്യത്തോടു കൂടിയിട്ടായിരിക്കണം AI ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത്. അല്ലാതെ ചെലവ് ചുരുക്കലിൻ്റെ ഭാഗമായിട്ട് AI ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഓർഗനൈസേഷൻ ഒരിക്കലും വളരത്തില്ല. അതുകൊണ്ട് ആളുകൾ ഒരു കാലത്ത് ചെയ്തുകൊണ്ടിരുന്ന അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന റിപ്പീറ്റേറ്റീവ് ടാസ്കുകളുണ്ടല്ലോ, ഈ റിപ്പീറ്റേറ്റീവ് ടാസ്കുകളെല്ലാം ഓട്ടോമേറ്റ് ചെയ്യുക. എന്നിട്ട് ആളുകളെ കൊണ്ട് കൂടുതലായിട്ട് കുറച്ചുകൂടെ ഹാർഡായിട്ടുള്ള ക്രിയേറ്റിവിറ്റി വേണ്ടുന്ന, ഡിസിഷൻ മേക്കിംഗ് വേണ്ടുന്ന
ടാസ്കുകൾ അവരെ കൊണ്ട് കൂടുതൽ ചെയ്യിപ്പിക്കുക, അത്തരത്തിൽ പ്രൊഡക്ടിവിറ്റി കൂട്ടുക. അല്ലാതെ കോസ്റ്റ് കട്ടിങ്ങിന് വേണ്ടിയിട്ട് ഒരു 5 എംപ്ലോയീസിനെ ഒഴിവാക്കുന്നു, അവിടെ പകരം AI ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു. ഒരിക്കലും ഓർഗനൈസേഷനിൽ മാറ്റമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ഓർഗനൈസേഷൻ ഒരിക്കലും അത് വെച്ചുകൊണ്ട് വളരാനായിട്ടും സാഹചര്യമില്ല. ആൻഡ് എനിക്ക് അവസാനമായിട്ട് പറയാനുള്ളത്, നമ്മുടെ തോട്ട് പ്രോസസ്സ് കുറച്ചുകൂടെ ഒന്ന് ഗ്ലോബലാക്കണം. നമ്മൾ വളരെ നാരോ ആയിട്ട് ഒരു കാര്യത്തെ നോക്കിക്കാണുന്നതിനപ്പുറത്ത് കുറച്ചുകൂടെ ഗ്ലോബലായിട്ട് നോക്കിക്കാണാൻ നമ്മൾ പഠിക്കണം. കാരണം ഞാൻ മുമ്പ് പറഞ്ഞ ആ ടാലൻറ്റ് അക്വിസിഷൻ ഉണ്ടല്ലോ, നമുക്കിന്ന് ഏതെങ്കിലും ഒരു സ്പെസിഫിക് മേഖലയിൽ നിന്നുള്ള ആൾക്കാരെ മാത്രം നോക്കിയെടുക്കുക, ജോലിക്ക് എടുക്കുക എന്നുള്ളതിനപ്പുറത്ത് ലോകത്ത് എവിടെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആൾക്കാരെ നിങ്ങളുടെ ഓർഗനൈസേഷനിലേക്ക് റിക്രൂട്ട് ചെയ്യാനായിട്ട് കഴിയും. അവരെ അവിടെ തന്നെ ഇരുത്തിക്കൊണ്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യിപ്പിക്കാനായിട്ട് കഴിയും. സോ അത്തരത്തിലൊരു ഗ്ലോബൽ അപ്രോച്ച് നിങ്ങൾക്ക് വളരാനായിട്ടുള്ളൊരു സ്കോപ്പ് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് തരുന്നുണ്ട്. അപ്പോൾ കഴിവ് എവിടെയുണ്ടോ അവിടെ ഉള്ള ആൾക്കാർ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആൾക്കാരെ നിങ്ങളുടെ ഓർഗനൈസേഷനിലേക്ക് നിങ്ങൾക്ക് റിക്രൂട്ട് ചെയ്യാം. അത്തരത്തിൽ ഒരു ഡൈവേഴ്സ് ആയിട്ടുള്ള, റിമോട്ട് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ടീമിനെ വാർത്തെടുക്കാനായിട്ട് നിങ്ങളെ ഈ പറയുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കുറച്ചുകൂടെ ഈസി ആയിട്ട് സഹായിക്കുന്നുണ്ടാവും. അപ്പം അത് ഗ്രാജുവലി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നിങ്ങൾ അത്തരത്തിലേക്ക് മൂവ് ചെയ്താൽ മതി. പക്ഷേ നിങ്ങളുടെ ചിന്താഗതി എപ്പോഴും ഗ്ലോബലാക്കാനായിട്ട് നോക്കുക. റൈറ്റ്. മറ്റൊരു വിഷയമായിട്ട് കാണുമ്പോൾ ഒരു സിജു രാജൻ സൈനിങ് ഓഫ്. ഗുഡ് ബൈ.